ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വളരെ സോഫ്റ്റും ക്രീമി ആയിട്ടുള്ള ടോഫി കേക്കാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. ഇവിടെ ഞാൻ ടോഫി ലെയർ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ടിന്ന് കണ്ടൻസ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. കണ്ടൻസ് മിൽക്കിന്റെ ടിന്നെ കുക്കറിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കവർ ചെയ്യുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ടിന്ന് കവറായി കഴിഞ്ഞാൽ നമ്മൾ കുക്കറിന്റെ അടുപ്പ് അടച്ച് വെച്ചിട്ട് നമ്മൾ ഒരു 25 മിനിറ്റ്സ് ഫുൾ ടൈം കുക്ക് ചെയ്യുക. ഫസ്റ്റ് വിസിൽ വരെയാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കേണ്ടത്. അതിനുശേഷം ലോ ഫ്ലെയിം ആയിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. ഫുൾ 4 hours കംപ്ലീറ്റ് റെസ്റ്റ് കൊടുത്ത് കൂളായതിനു ശേഷമേ നമ്മൾ അതിൽ നിന്ന് ടോഫിയുടെ ക്യാൻ പുറത്തേക്ക് എടുക്കാവൂ. ഓ നൈസ്, ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറ്റ്സ് എ പെർഫെക്റ്റ് വൺ. ഇനി നമുക്ക് കേക്ക് ലെയർ ഉണ്ടാക്കാനായിട്ട് 1.25 കപ്പ് മൈദ ഒന്ന് അരിപ്പേരിട്ട് അരിച്ചെടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. സെന്ററിൽ ഒരു വെല്ല് പോലെ ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പാല്, 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് നന്നായി നമുക്ക് കട്ടയൊന്നുമില്ലാതെ മിക്സ് ആക്കി എടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പെർഫെക്റ്റ് ബാറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് കേക്ക് പാൻ എടുക്കാം. ഇത് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഗ്രീസ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം നമ്മൾ കേക്ക് ബാറ്റർ ഒരു 1/2 കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഹാഫ് ദ കേക്ക് ബാറ്റർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ഒന്ന് ഈവൻലി സ്പ്രെഡ് ആക്കി ടാപ്പ് ചെയ്തിട്ട് നമുക്ക് മൈക്രോവേവ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 1200 വാട്ട്സിൻ്റെ മൈക്രോവേവിൽ മീഡിയം ഹീറ്റിൽ 8 മിനിറ്റ്സ് ആണ് കുക്ക് ചെയ്യുന്നത്. നമ്മളൊന്ന് കൂളാകാൻ വേണ്ടി മാറ്റി വെക്കാം. പെർഫെക്റ്റ്ലി കുക്ക് ആയിട്ടുണ്ട്. സൈഡൊക്കെ ഇളകി വന്നിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഓവർ ബേക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ബാറ്ററും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് 8 മിനിറ്റ്സ് മൈക്രോവേവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടോഫി മിൽക്ക് ഉണ്ടാക്കാം. ടോഫി മിൽക്ക് ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് പാല് ഒഴിച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടോഫി കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. മിക്സിയിൽ അരച്ചെടുത്ത പാല് ഞാൻ ഇവിടെ 6 to 7 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിലൊന്ന് കുറുക്കിയെടുക്കുകയാണ്. അധികം കുറുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒന്ന് തണിഞ്ഞതിന് ശേഷം ഞാനിത് കേക്കിൻ്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് നന്നായി സോക്ക് ചെയ്തെടുത്തോളൂ. നമ്മളിവിടെ 1/4 കപ്പ് ടോഫി മിൽക്കാണ് ഞാൻ ഓരോ കേക്കിലേക്കും വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നത്. 2 കേക്കിന് വേണ്ടി 1.5 കപ്പ് ടോഫി മിൽക്കാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈവൻലി നമ്മൾ എല്ലാ ഭാഗത്തേക്കും ടോഫി മിൽക്ക് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. കേക്ക് ഒന്ന് സോക്ക് ആവാൻ വേണ്ടി നമ്മൾ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് ടോഫി മിൽക്ക് നമ്മൾ തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ 40 ഗ്രാംസിൻ്റെ ഗാലക്സി ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം. ഞാൻ ഇവിടെ മൈക്രോവേവ് ചെയ്യാനാണ് പോകുന്നത്. 30 സെക്കൻഡ്സ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് നന്നായി മെൽറ്റായി വന്നില്ലേ ഒരു 10 സെക്കൻഡ് കൂടി ഒന്ന് മൈക്രോവേവ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഡ്രീം വിപ്പ് മിക്സർ ഉണ്ടാക്കാനായിട്ട് 1/4 കപ്പ് പാലും 1/2 കപ്പ് ടോഫി മിൽക്കും ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. 2 പാക്കറ്റ് ഡ്രീം വിപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 2 സാഷെ ഡ്രീം വിപ്പ് കൂടി ഇട്ട് നന്നായി ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഹാൻഡ് മിക്സർ ഉപയോഗിച്ചും വിപ്പ് ചെയ്യാം. ഞാനിവിടെ ഫോർക്ക് സ്പൂൺ കൊണ്ടാണ് വിപ്പ് ചെയ്തെടുക്കുന്നത്. നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ കേക്കിന് സ്റ്റിഫാക്കി എടുക്കുന്നത് പോലെ ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുക്കുന്നില്ല. കുറച്ച് ക്രീമി കൺസിസ്റ്റൻസി തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മെൽട്ടാക്കി വെച്ച ചോക്ലേറ്റ് കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം.
പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചൂടുള്ള ചോക്ലേറ്റ് ഡ്രീം വിപ്പിൽ മിക്സാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ക്രീം നന്നായി വരില്ല. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് കുറച്ച് ഒന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. ബേസ് ലെയർ വെച്ചതിന് ശേഷം അതിൻ്റെ മേലത്തേക്ക് നമ്മളൊന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വാനിലൻ്റെ ടോഫി മിൽക്ക് സോക്ക് ചെയ്ത കേക്ക് ലെയറാണ് ആദ്യം വെച്ചത്. അതിൻ്റെ മേലെ ക്രീം നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കോർണേഴ്സിലെല്ലാം നന്നായി ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയത്. അതിൻ്റെ മേലെ ഞാനിവിടെ ക്രഷ്ഡ് വേർദേഴ്സ് ക്യാൻഡിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്രിസ്പിന് വേണ്ടിയിട്ട് ഷുഗർ ക്രിസ്പ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിലേക്ക് മാറ്റി വെക്കുക. ടോഫിയിലേക്ക് കുറച്ച് പാൽ ചേർത്തെടുത്ത് നന്നായി ക്രീമി ആകുന്ന വരെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. സെറ്റായ ലെയറിൻ്റെ മേലത്തേക്ക് നമ്മൾ ഇവിടെ ടോഫി സോഫ്റ്റ് വെനില കേക്ക് കൂടി അങ്ങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ടോഫി ക്രീം കൂടി ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂറോളം സെറ്റാക്കി എടുക്കാം. എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ് കൊണ്ട് ഇത് ഡെക്കർ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് കേക്കൊന്ന് റിമൂവ് ചെയ്യാം. ഇവിടെ സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കേക്കിനാണ് ഞാൻ ഉപയോഗിച്ചത്. പെർഫെക്റ്റ് ലെയേഴ്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. വളരെ സോഫ്റ്റും ക്രീമി ആയിട്ടുള്ള കേക്കാണ്. ഈ ലെയേഴ്സൊക്കെ ഒന്ന് പെർഫെക്റ്റായി വന്നില്ലേ നമുക്കൊന്ന് നോക്കാം. ഇറ്റ്സ് പെർഫെക്റ്റ്. ഒന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുത്തിട്ട് 2 സ്കൂപ്പ് ഐസ്ക്രീം കുറച്ച് വേർദേഴ്സ് ക്യാൻഡി കൂടി ക്രഷ് ചെയ്തതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ചോക്ലേറ്റ് സോസും മിൽക്ക് ചോക്ലേറ്റ് സോസാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് സോസ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി എന്നെ കൊണ്ട് കൺട്രോളാക്കാൻ പറ്റില്ല. ഞാനിതാ ഇപ്പം തന്നെ കഴിച്ചു തുടങ്ങാം. സോ ഡെലീഷ്യസ്. ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടില്ലേ? ഒന്ന് പോയി കാണണേ.